ഹലോ, ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള നാടൻ ചേമ്പിൻതാൾ കറിയായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. പണ്ടത്തെ അമ്മൂമ്മമാർ കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിനായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഇട്ടത്. അപ്പോൾ നാടൻ രുചിയിൽ ഒട്ടും ചൊറിച്ചിലില്ലാതെ എങ്ങനെ ഒരു താൽക്കറി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നല്ല കേട്ടോ വെക്കുന്നത്, ഒരു സിമ്പിളായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് താളെടുത്തിട്ട് കേട്ടോ കഴുകിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ താളൊക്കെ ഇതാ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ കാന്താരിമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരിമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തോളൂ, കീറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. കുറേ സമയമൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാന്താരിമുളകൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറി വാങ്ങി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒരൊറ്റ ലൈക്ക് തന്ന് കൂടെ നിന്നേക്കണേ. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി തന്നേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ.